പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ പുണ്യമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് അൽഹംദുലില്ലാ ഇന്നത്തെ മഗ്‌രിബോടുകൂടി കടന്നു വരുന്നത്. നാളെ വെള്ളിയാഴ്ച പകൽ. അതിനേക്കാൾ വിശ്വാസികൾക്ക് വലിയൊരു സന്തോഷ നിമിഷം എന്ന് പറഞ്ഞാൽ നബിദിന രാവാണ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി വരുന്നത്. നാളെ നബിദിന പകലാണ്. അൽഹംദുലില്ലാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായി സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ നമുക്ക് നബിദിന രാവാകുന്ന ഇന്നത്തെ മഗ്‌രിബോടുകൂടി വരുന്ന സമയം, അപ്പോൾ ഇന്നും നാളെയും, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, നാളെ വെള്ളിയാഴ്ച പകലാണ്. അപ്പോൾ ഇരട്ടി മധുരമാണ് ഓരോ മുഅ്മിനിനും ഉണ്ടാകുന്നത്, ഇരട്ടി സന്തോഷമാണ്. ഇരട്ട പെരുന്നാളാകുന്ന ഇന്നത്തെ രാവ്, നാളത്തെ പകൽ, ഈ സമയങ്ങളിൽ ഒരു 11 കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കാൻ വിട്ടുപോകരുത്. നബിദിനത്തിന്റെ മുഴുവൻ പുണ്യങ്ങളും നേടാൻ 11 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് മറക്കാതെ നമ്മൾ ചെയ്തു തീർക്കണം. അത് ഏതൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നു. മാത്രമല്ല, നമ്മൾ ഈ നബിദിന രാവിലും പകലിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രാധാന്യത്തോടുകൂടി, ഒരിക്കലും നമുക്കിതിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതിനാൽ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി കേട്ടിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകൊണ്ട് തുടങ്ങുന്ന സൂറത്ത് ഓതിയാൽ അതിന് പ്രതിഫലം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ ഈ സൂറത്ത് ഓതാനുള്ള ഭാഗ്യം കിട്ടുമെന്ന്, അതായത് സ്വർഗത്തിൽ കടക്കാൻ പറ്റുമെന്നാൽ മാത്രമല്ല നിരവധി പ്രതിഫലങ്ങളാണ്. അൻസ്വാരികളായ സ്വഹാബിമാരുണ്ട്, മുഹാജിരീങ്ങളായ സ്വഹാബിമാരുണ്ട്. ഈ 2 സ്വഹാബിമാരോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റുമെന്ന് പോലും മഹത്തുക്കൾ പഠിപ്പിച്ച ഈ ഒരു അത്ഭുതപ്പെടുത്തുന്ന സൂറത്ത് ഏതാണ്? ഇൻഷാ അല്ലാഹ് എന്തായാലും ഓതിയിരിക്കേണ്ട സൂറത്ത്. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അവസാനം വരെ കാണാൻ വിട്ടുപോകണ്ട. പിന്നെ മാത്രമല്ല, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ ഒടുവിലായിട്ട് ഈ അശ്റഖ ബൈത്തിന്റെ അവസാനത്തെ ഭാഗം നമുക്ക് ബർക്കത്തിന് വേണ്ടി ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന നബിദിന രാവിലും പകലിലുമുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം തസ്ലീമൻ കസീറൻ കസീറ. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ സ്നേഹമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, പരിശുദ്ധമായ പവിത്രതകൾ ഏറെ നിറഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിന്റെ 11ാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഉള്ളത്. അൽഹംദുലില്ലാ, ഇന്നത്തെ മഗ്‌രിബോടുകൂടി വിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിന്റെ 2ാമത്തെ വെള്ളിയാഴ്ച രാവും നബിദിന രാവും അൽഹംദുലില്ലാ നമ്മളിലേക്ക് വരികയാണ്. ഇന്ന് ഇരട്ടി മധുരമുള്ള, ഇന്ന് 2 പെരുന്നാൾ, ഇരട്ട പെരുന്നാൾ രാവുകളാണ് എന്നാണ് മഹത്തുക്കൾ ഇതിനെപ്പറ്റി പറയുന്നത്. വെള്ളിയാഴ്ച രാവെന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് നേട്ടമാണല്ലോ. മാത്രമല്ല നബിദിന രാവ്, ഈ വെള്ളിയാഴ്ച നബിദിനം വരിക വളരെ വിരളമാണ്. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. വെള്ളിയാഴ്ച രാവ്, നബിദിന രാവ്, വളരെയധികം സന്തോഷത്തിലാണ് വിശ്വാസികളൊക്കെ ഉള്ളത്. ഇരട്ടി മധുരമാണ്. നല്ലവണ്ണം ദുആക്ക് ഇജാബത്തുള്ള, പ്രത്യേകിച്ച് മൗലിദൊക്കെ ഓതിയിട്ട് നമ്മൾ ചെയ്യുന്ന ദുആ ആയതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന സന്ദർഭങ്ങളാണ്. ഒരിക്കലും ആരും വിട്ടുപോകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബിന് ശേഷം നമ്മുടെ ചാനലിൽ മങ്കൂസ് മൗലിദിന്റെ പൂർണ്ണമായ ഹിക്കായത്തും ബൈത്തുമൊക്കെ നമ്മൾ ചൊല്ലിയിട്ട് വിശാലമായ ദുആ ചെയ്യുന്ന ഒരു വലിയ മജ്‌ലിസ് ഉണ്ടാകും. ഏകദേശം 1 മണിക്കൂർ അടുത്ത് നീണ്ടു നിൽക്കുന്ന മജ്‌ലിസ് ആയിരിക്കും. എല്ലാവരും അതിൽ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും ഇൻഷാ അല്ലാഹ് അതിൽ പങ്കെടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ചെയ്യുന്ന അമലുകളൊക്കെ നമ്മളിൽ നിന്നും സ്വീകരിക്കുന്ന ഒരവസ്ഥ അല്ലാഹു തആല തരുമാറാവട്ടെ. നല്ല ഇഖ്ലാസും തഖ്വയും അല്ലാഹു തആല ജീവിതത്തിൽ നൽകട്ടെ. ഈമാനോടെയുള്ള ജീവിതവും ഈമാനോടുകൂടിയുള്ള മരണവും അല്ലാഹു പ്രദാനിക്കുമാറാവട്ടെ. ആരൊക്കെ ദുആ ചെയ്യാൻ പറയുന്നു എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല എല്ലാം എളുപ്പത്തിലും സലാമത്തിലുമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലോകം മുഴുവനും ഒരുങ്ങി നിൽക്കുകയാണ്. മൗലിദിന്റെ, സ്വലാത്തിന്റെ, മദ്ഹിന്റെ, നബിദിന മദ്ഹ് പ്രഭാഷണങ്ങളുടെയൊക്കെ ശബ്ദം കൊണ്ട് ലോക അന്തരീക്ഷം മുഴുവനും മുഖരിതമായി ഒരു സന്ദർഭമാണ് അല്ലെ. നമ്മുടെ മക്കളൊക്കെ വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലൊക്കെയാണ്. ഇപ്പോൾ നബിദിന പ്രോഗ്രാം ഇന്ന് അൽഹംദുലില്ലാ നടക്കുന്നുണ്ട് പല പള്ളികളിലും മദ്രസകളിലും. പിന്നെ നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നാളെ ഇല്ല. പിന്നെ ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ആയിട്ട് പ്രോഗ്രാമുകൾ നടക്കുന്നു. പിന്നെ ഇന്നലെ ബുധനാഴ്ച, ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് നബിദിന പരിപാടികൾ നടക്കുന്നു. പിന്നെ പല കുട്ടികളും ദഫ് മത്സരത്തിന്റെ പ്രാക്ടീസിലാണ്. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലാണ്. ഇപ്പോൾ ഓണത്തിന്റെ സമയം കൂടിയാണല്ലോ, അപ്പോൾ ഫുൾ വെക്കേഷൻ ആണ്.
അൽഹംദുലില്ലാ. അപ്പോൾ ഏതായാലും നമ്മുടെ മക്കളെയൊക്കെ മഗ്‌രിബിന് ശേഷം മൗലിദ് ഉണ്ടാകുന്ന പള്ളികളുണ്ടാകും, അവിടേക്ക് പറഞ്ഞു വിടണം. പിന്നെ നാളെ മൗലിദ് ഉണ്ടാകും, അപ്പോഴും നമ്മുടെ കുട്ടികളെ, നമ്മുടെ ഭർത്താക്കന്മാരെ, വീട്ടിലുള്ള പുരുഷന്മാരെയൊക്കെ പള്ളിയിലേക്ക് പറഞ്ഞു വിടുക. മൗലിദിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ പ്രത്യേകം പറയുക. ഉമ്മമാരെ വീട്ടിൽ നമ്മുടെ മജ്‌ലിസിൽ, നമ്മുടെ ചാനലിൽ ഉണ്ടാകും. അതല്ലാതെ മൗലിദ് വീട്ടിൽ വെച്ച് ഓതാൻ പറ്റുന്നവർ അത് തന്നെ ചെയ്യുക. പിന്നെ നിസ്കാരമില്ലാത്ത ഉമ്മമാർക്കും ഒക്കെ മൗലിദിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാം. അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളും ആ ജവാബുകളൊക്കെ ഒന്ന് ഏറ്റു ചൊല്ലിയാൽ മതിയാകുന്നതാണ്. ഇനി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട്, ഇന്നിപ്പോൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണല്ലോ, ഇന്നത്തെ മഗ്‌രിബോട് കൂടി വരും, നാളെ വെള്ളിയാഴ്ച. അപ്പോൾ ഇന്നും ഇൻഷാ അല്ലാഹ് നാളെയും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തു തീർക്കേണ്ട നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ നേതാവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ, നമുക്ക് നബിതങ്ങളുടെ പേരിൽ ഒരു 3 സ്വലാത്ത് ചൊല്ലിയാലോ? ചൊല്ലിക്കും. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ചൊല്ലിക്കും. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മുത്തുനബി ഞങ്ങളെ നോക്കുന്ന അവസ്ഥ നീ വരുത്തണേ അല്ലാ. അല്ലാഹുവേ, മുത്ത് റസൂലിനെ സ്വപ്നം കാണാൻ തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, മുത്തായ ഹബീബിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലേ, നമ്മളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബിമാരോട് ചോദിക്കുന്നുണ്ട്, സ്വഹാബിമാരെ, ഞാൻ എപ്പോഴാണ് എൻ്റെ അഹ്ബാബീങ്ങളെ കാണുന്നത്? എൻ്റെ അഹ്ബാബീങ്ങളെ ഞാൻ എപ്പോഴാണ് കാണുന്നത്? അപ്പോൾ നബി തങ്ങളോട് സ്വഹാബിമാർ ചോദിച്ചു, നബിയെ, ഞങ്ങളല്ലേ നിങ്ങളുടെ അഹ്ബാബീങ്ങൾ? അപ്പോൾ പറഞ്ഞു, അല്ല, നിങ്ങൾ എൻ്റെ സ്വഹാബാക്കളാണ്. എൻ്റെ അഹ്ബാബീങ്ങൾ, എൻ്റെ സഹോദരന്മാർ, അവർ വന്നിട്ടില്ല, അവരെന്നെ കണ്ടിട്ടില്ല, നേരിട്ട് എന്നെ കാണുകയില്ല. പക്ഷേ എന്താണ്, അവരെന്നെ നേരിട്ട് കാണുന്നത് പോലെ എന്നെ ഇഷ്ടപ്പെടുമെന്നാണ്. അത്രമാത്രം നമ്മളെ പറ്റി. ഞാൻ നിങ്ങൾ നബിയെ കണ്ടിട്ടില്ല, പക്ഷെ നബിയെ കണ്ടതുപോലെ നമ്മൾ പലപ്പോഴും സ്നേഹിച്ചു പോകുന്നു, സ്വലാത്ത് ചൊല്ലി പോകുന്നു അല്ലേ? അൽഹംദുലില്ലാ, അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. അപ്പോൾ അത്രമാത്രം നബി നമ്മളെ കാണാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കാണുന്നുണ്ട് കേട്ടോ അല്ലേ? നമ്മൾ ചൊല്ലുന്ന വെള്ളിയാഴ്ച രാവിലും പകലിലും ചൊല്ലുന്ന സ്വലാത്തുകളൊക്കെ നേരിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കും. ഇന്ന ആളാണ് നബിയെ ചൊല്ലിയതെന്ന് നമ്മളെ പറ്റി അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുമെന്നാണ് നബിക്ക്. അൽഹംദുലില്ലാ, പ്രത്യേകിച്ച് സ്വലാത്ത് ചൊല്ലുന്നവരെ നബി തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടതിൽ 99% ആളുകളും സ്വപ്നം കണ്ടത് എങ്ങനെയാ? സ്വലാത്ത് ചൊല്ലിയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് പ്രത്യേകിച്ച് സ്വലാത്തൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ അറിയാവുന്ന സ്വലാത്തുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതിങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. പിന്നെ ഇന്നും നാളെയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, ഉമ്മമാരെ സ്വലാത്ത് അധികരിപ്പിക്കുക. അറിയാവുന്ന സ്വലാത്തുകൾ ചൊല്ലിക്കോ. അതും ഇപ്പോൾ യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. അതൊരു മൗലിദാണ്, അതൊരു സ്വലാത്താണ്. പിന്നെയോ മറ്റൊരു സ്വലാത്താണ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അതും സ്വലാത്താണ്, അത് സ്വലാത്താണ്, മൗലിദുമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്വലാത്ത്, ഇതൊക്കെ വ്യത്യസ്തമായ വെറൈറ്റി സ്വലാത്തുകൾ ഉണ്ടല്ലോ, അറിയാവുന്ന സ്വലാത്തുകളൊക്കെ ഇങ്ങനെ പറയാം. ഇപ്പം രണ്ടാമത്തെ കാര്യം, നല്ലവണ്ണം ദുആ ചെയ്യണം കേട്ടോ. ഉസ്താദിനെ മാത്രം ദുആ ഏൽപ്പിച്ചിട്ട് മുങ്ങുന്ന ഒരു പരിപാടി ആർക്കും വേണ്ട. ഉസ്താദൊക്കെ ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ പ്രയാസങ്ങൾ, ഇപ്പം എൻ്റെ ദുആ നിങ്ങൾ കേട്ടിട്ടില്ലേ? എല്ലാ ദിവസവും നമ്മൾ ദുആ ചെയ്യുമ്പോൾ എങ്ങനെയാ? അല്ലാഹുവേ, ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയൊക്കെ, അതായത് ഓരോ ആളുകളെയും എടുത്തെടുത്ത് പറയാനുള്ള ഒരു സാഹചര്യം നമുക്കില്ല. നമ്മൾ മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുകയാണ്. പിന്നെ എത്ര പേരെ ഞാൻ ഓർത്തിരിക്കും എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ എന്ത് ചെയ്യുക? നമ്മൾ തന്നെ അള്ളാഹിനോട് പറയുക. എനിക്കിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എൻ്റെ വീട് പണിയുടെ കാര്യം, പിന്നെ എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്, അവരുടെ കാര്യം, പിന്നെ എൻ്റെ 2 സഹോദരിമാരെ വിശേഷമാണ്, അവരുടെ കാര്യം, പിന്നെ എൻ്റെ മക്കള്, എൻ്റെ ഉമ്മ വാപ്പ, പിന്നെ എൻ്റെ ആരോഗ്യം. ഈ പറയപ്പെട്ട എൻ്റെ കാര്യമൊക്കെ ഞാനല്ല അള്ളാഹിനോട് ചോദിക്കേണ്ടത് അല്ലേ? നിങ്ങളിപ്പോൾ അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ, അള്ളാഹുവേ ഉസ്താദിന്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും സന്തോഷത്തിലാക്കണം എന്ന് നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമ്മളെന്താണ്, മൊത്തത്തിലൊരു കാര്യം പറയാം. ഓരോ കാര്യങ്ങളും അള്ളാഹുലേക്ക് ഏറ്റു പറയണമെങ്കിൽ അത് ഞാൻ തന്നെ പറയണം. നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ അള്ളാഹിനോട് ഏറ്റേറ്റു പറയണം അല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് നല്ലവണ്ണം ദുആ ചെയ്യണം.
ഒരു 5 ദുആ നമ്മൾ എപ്പോഴും പതിവാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് റബ്ബനാ വലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. രണ്ടാമത്തേത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിനാ അദാബന്നാർ. പിന്നെയോ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ 5 ദുആ നമ്മൾ എപ്പോഴും പതിവാക്കണം കേട്ടോ, എപ്പോഴും പതിവാക്കണം. ഇത് അറബി ദുആ. പിന്നെ മലയാളത്തിൽ ഏത് കാര്യം നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാം. മൂന്നാമത്തേത് ദിക്റുകൾ പരമാവധി അധികരിപ്പിക്കുക. അല്ലെ, സർദാർ സലമാൻ തങ്ങൾക്ക് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു. അതുപോലെ തന്നെ നബിതങ്ങൾ ജീവിതത്തിൽ ചൊല്ലിയ ഒരുപാട് ദിക്റുകൾ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇങ്ങനെ ചൊല്ലുക. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നബിതങ്ങൾ ഒരുപാട് വട്ടം ചൊല്ലി. അല്ലെ, പിന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇങ്ങനെ നിരവധി അനവധി ദിക്റുകളുണ്ട്. ആ ദിക്റുകളൊക്കെ നമ്മൾ പരമാവധി ചൊല്ലാൻ ശ്രമിക്കുക. പിന്നെയോ നബിതങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് സ്വതക്ക് കൊടുക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ മൗലിദിന്റെ മജ്ലിസുകളിലേക്ക് ചീരണി കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു ഉസ്താദുമാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള പാവപ്പെട്ട ആളുകൾക്കോ എത്തിയും കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക. അവർക്കൊക്കെ എന്താണ് എന്തെങ്കിലും ഒരു ഹദിയ, ഒരു പൈസയായിട്ടോ ഒരു സമ്മാനം കൊടുക്കുക, എന്താണ് ഒരു തുണി കുപ്പായം വാങ്ങാനുള്ള ഒരു പൈസ കൊടുക്കുക. അതൊക്കെ വലിയ ഖൈറാണ്. നമ്മൾ എന്ത് നന്മ സ്വതക്ക കൊടുത്താലും അതൊക്കെ ഇൻഷാ അല്ലാഹ് ദുനിയാവിൽ തന്നെ അല്ലാഹു തആല അതിന്റെ പ്രതിഫലം നമ്മുടെ കണ്ണുകൊണ്ട് അല്ലാഹു തആല കാണിച്ചു തരും. അതുകൊണ്ട് സ്വതക്ക കൊടുക്കും. പിന്നെ നബിദിനത്തിന്റെ ഭക്ഷണം ഉണ്ടാവുമല്ലോ, അല്ലെ, ചിലപ്പോൾ നെയ്ച്ചോറായിരിക്കും, ബിരിയാണി ആവാം, തേങ്ങാച്ചോറാവാം, ഇറച്ചിച്ചോറാവാം, എന്താവട്ടെ. അപ്പൊ അതിലേക്കൊക്കെ നമ്മുടെ ഭാഗത്തു കൂടിയുള്ള ഒരു സംഭാവന, ഒരു 100 രൂപയോ അല്ലെങ്കിൽ എന്താണ് അതിന് വേണ്ടിയുള്ള ഇറച്ചിയോ അല്ലെങ്കിൽ അരിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഏറ്റെടുത്ത് കൊടുക്കുക. പറ്റുന്നവരങ്ങനെ ചെയ്യാം. മറ്റൊരു കാര്യമാണ് മൗലിദിന്റെ മജ്ലിസിൽ എന്തായാലും പങ്കെടുക്കുക. മൗലിദിന്റെ മജ്ലിസിൽ പങ്കെടുക്കാൻ വിട്ടുപോകണ്ട. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശദീകരിച്ച് പറഞ്ഞതാണ്. പിന്നെ 6ാമത്തേത് വളരെ പ്രാധാന്യത്തോടു കൂടി ചെയ്യണം. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതൊക്കെ അല്ലാഹു തആല സ്വീകരിക്കേണ്ടത്. അതിനെന്താണ്, നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ മുറിച്ചു പോകാൻ പാടില്ല. അല്ലെ, നമ്മുടെ അമ്മായിമാര്, നമ്മുടെ മാമമാര്, നമ്മുടെ കൊച്ചാപ്പമാര്, നമ്മുടെ മാമിമാര്, പിന്നെ നമ്മുടെ വാപ്പ ഉമ്മ, നമ്മുടെ ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ, നാട്ടുകാർ, വേണ്ടപ്പെട്ടവർ, ഭാര്യയുടെ മാതാപിതാക്കൾ, അവരുടെ ബന്ധുമിത്രാദികൾ, എല്ലാവരും നമ്മുടെ സഹോദരിമാരെ, സഹോദരങ്ങൾ, അയൽവാസികൾ, കൂട്ടുകാർ, നാട്ടുകാരെ ആരൊക്കെ ഉണ്ട് എല്ലാവരോടും സ്നേഹബന്ധം മാത്രം മതി. ആരോടെങ്കിലും പിണക്കം ഉണ്ടെങ്കിൽ ഒരു സലാം പറഞ്ഞവരോ ആ പിണക്കം അങ്ങോട്ട് മാറ്റിയേക്കുക കേട്ടോ. 7ാമത്തേത് ഭക്ഷണം കൊടുക്കാൻ, അതിപ്പോൾ നമ്മൾ നേരത്തെ പറയാം, ഉജീനം കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുക. പിന്നെ ഇസ്തിഗ്ഫാർ അധികമായി പറയുക. അസ്തഗ്ഫിറുല്ലാഹ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവാണ്, നബിദിന രാവാണ്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. പിന്നെ സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ മുടക്കരുത്. ഇപ്പൊ ചില ആൾക്കാർ എന്താണ് മൗലിദിന്റെ ഭക്ഷണം വിളമ്പാൻ വേണ്ടി ഒരുങ്ങുന്നു, അതൊക്കെ നല്ല കാര്യമാണ്. പിന്നെ ചില ആൾക്കാർ തോരണം കെട്ടാൻ വേണ്ടി പോകുന്നു, നല്ല കാര്യമാണ്. പിന്നെ നബിദിനത്തിന്റെ സ്റ്റേജ് പരിപാടികൾ ഒരുക്കുന്നു, നല്ല കാര്യമാണ്. പക്ഷെ അതിന്റെയൊക്കെ പേര് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നിസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫർദായ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അതുകൊണ്ട് വലിയ പുണ്യം കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, സുന്നത്തായ കാര്യങ്ങൾ എടുക്കുന്നതോടൊപ്പം തന്നെ ഫർദായ കാര്യങ്ങൾ നിർബന്ധമായി, നിസ്കാരങ്ങളൊക്കെ കൃത്യമായിരിക്കുക. നമ്മൾ നിസ്കാരം കളഞ്ഞിട്ട് നബിദിന റാലിക്ക് പോകേണ്ട കാര്യം ഒന്നും ഇല്ല. നിസ്കാരമാണ് മുൻഗണന ഉള്ളത്. അതോടൊപ്പം തന്നെ സുന്നത്തായ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുക. പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം വിട്ടുപോകും. ഇതൊക്കെ ചൊല്ലുന്ന സമയത്ത് ഖുർആൻ പാരായണം നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇങ്ങനെ 11ഓളം കാര്യങ്ങൾ നമ്മളിങ്ങനെ വളരെ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്ത് തീർക്കേണ്ടതാണ്. അത് ഇന്നും ചെയ്യണം, നാളെ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഖുർആൻ പാരായണത്തിന്റെ കാര്യം പറയുമ്പോൾ നാളെ വെള്ളിയാഴ്ചയാണല്ലോ, പിന്നെ ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. അപ്പോൾ ഇന്നോ നാളെയൊക്കെ ആയിട്ട് സൂറത്തുൽ കഹ്ഫിന്റെ കാര്യം വിട്ടുപോകരുത് കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ വെള്ളിയാഴ്ച ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ മരണപ്പെട്ട ഉമ്മ വാപ്പ അവരെയൊക്കെ സിയാറത്ത് ചെയ്യുക. പുരുഷന്മാർ, സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് വാപ്പാക്കും ഉമ്മാക്കും മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി, ഭാര്യ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടി ഒരു ഫാത്തിഹ യാസീനൊക്കെ ഓതിയിട്ട് നല്ലവണ്ണം ദുആ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ. സ്വലാത്തുകൾ അത് പരമാവധി അധികരിപ്പിക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നെ ഇപ്പോൾ വിശദീകരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഒരുപാട് കാര്യം നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. റബ്ബേ അള്ളാഹുവെ, വെള്ളിയാഴ്ച രാവ്, നബിദിന രാവ്, റബ്ബേ ഞങ്ങളിൽ നിന്നും കബൂലാക്കണേ. അല്ലാ, പാപികളാണ്, ദോഷികളാണ്, ഞങ്ങൾക്ക് കൂടുതൽ വിവരമൊന്നുമില്ല. റഹ്മാനെ, ചെയ്യുന്ന അമലുകൾ ഞങ്ങൾക്ക് കുറച്ച് അറിവേ ഉള്ളൂ. ആ അറിവ് വെച്ച് ചെയ്യുന്ന അമലുകൾ നീ സ്വീകരിക്കണേ. അല്ലാ, പലപ്പോഴും മൗലിദ് ഓതുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, നിസ്കരിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ ശ്രദ്ധ പോകുന്നു. ഞങ്ങളുടെ പറയുന്ന വാക്കുകളും ഒക്കെ ചിലപ്പോൾ തെറ്റിപ്പോവാറുണ്ട്. അല്ലെങ്കിൽ എന്താണ്, ഞങ്ങൾക്ക് ഈമാൻ കുറഞ്ഞു പോകുന്നു, ഇഖ്ലാസ് കുറവാണ്, ചിലപ്പോൾ ശ്രദ്ധയൊന്നും കിട്ടാറില്ല. റബ്ബേ, അതൊക്കെ പരിഹരിച്ച് ഞങ്ങളിൽ നിന്നും ചെയ്യുന്ന അമലുകളൊക്കെ നീ സ്വീകരിക്കണേ. അല്ലാ, കബൂലാക്കി അനുഗ്രഹിക്കണേ. റഹ്മാനെ, ഞങ്ങളെ ആരെയും നീ പാഴാക്കി കളയല്ലേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഇന്നോ നാളെയോ ആയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന സമയത്ത് ഒരു സൂറത്ത് ഓതാൻ പറ്റുമോ?
ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകൊണ്ട് തുടങ്ങുന്ന ഒരു സൂറത്താണ്. ഒരു അല്പം വലിപ്പം കൂടിയ ഒരു സൂറത്താണത്. ഈ സൂറത്തിന് ഒരുപാട് നേട്ടമുണ്ട്. ആദ്യം നേട്ടം എന്ന് പറയട്ടെ, വിശുദ്ധമായ സ്വർഗത്തിൽ ഓതപ്പെടുന്ന സൂറത്താണ്. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകൊണ്ട് തുടങ്ങുന്ന സൂറത്താണ്. മാത്രമല്ല മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായ സൂറത്താണ്. മാത്രമല്ല ഈ സൂറത്ത് ഓതിയാൽ മുഹാജിരീങ്ങളുടെ അൻസ്വാരീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ പറ്റുമെന്നാണ്. മലക്കുകൾ സ്ഥിരമായി ഓതുന്ന ആയത്തുകളാണ്. പിന്നെയോ മറവി രോഗം, പ്രശ്നപ്രയാസങ്ങൾ അതൊക്കെ മാറാൻ പറ്റിയ സൂറത്താണ്. സിഹർ കണ്ണേറ് ഏൽക്കാതിരിക്കാൻ പറ്റിയ സൂറത്താണ്. ഇങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന സൂറത്താണ് വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ സൂറത്ത്, 135 ആയത്തുകളുള്ള സൂറത്തു ത്വാഹ. നബിതങ്ങളുടെ പേരാണ് ത്വാഹ എന്ന് തുടങ്ങുന്ന സൂറത്ത്. നബിതങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് ആ സൂറത്ത് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേട്ടങ്ങൾ ഈ സൂറത്തിന് ഉണ്ട്. അപ്പോൾ ഇന്നോ നാളെ ഏതെങ്കിലും ഒരു സമയത്ത് ഈ സൂറത്ത് ഓതിയാൽ, ഈ സൂറത്ത് ഓതിയിട്ട് നല്ലവണ്ണം ദുആ ചെയ്യാം. ഒരുപാട് പ്രത്യേകത ശ്രേഷ്ഠതയൊക്കെ ഉള്ള സൂറത്താണ്. അല്ലാഹു തആല ഈ സൂറത്തുകളൊക്കെ സ്ഥിരമായി നമുക്ക് ഓതാനുള്ള തൗഫീഖ് റബ്ബ് തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് അഷ്റഖ ബൈത്തിന്റെ ഏതാനും ചില വരികളൊക്കെ നമ്മൾ ഓതാറുണ്ടായിരുന്നല്ലോ. ഇൻഷാ അല്ലാഹ് അഷ്റഖ ബൈത്തിന്റെ അവസാനത്തെ ചില വരികൾ നമുക്ക് ബറക്കത്തിനായിട്ട് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഖൈറും ബറക്കത്തും സലാമത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് വെള്ളിയാഴ്ച രാവ്, നാളെ വെള്ളിയാഴ്ച പകൽ, നബിദിന രാവ്, നബിദിന പകൽ, അതൊക്കെ ഇൻഷാ അല്ലാഹ് നല്ല രൂപത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് അഷ്റഖ ബൈത്തിന്റെ അവസാനത്തെ ചില വരികൾ ഒന്ന് ഓതിയാലോ? ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ചോദിക്കോട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും, ഫാസ അബ്ദുൻ കതമല്ല വൻജല അൻഹുൽ ഹുമൂമു ഫീക യാ ബദറുൻ തജല്ല ഫലകൽ വസുഫുൽ ഹസീനു. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും, ലൈസ أزكى منك أصلا قط يا جد الحسين فعليك الله صلى دائما طول دهوري. يا نبي سلام عليكم، يا رسول سلام عليكم، يا حبيب سلام عليكم، صلوات الله عليكم. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഈ അഷ്റഖ ബൈത്തിന്റെ അവസാനത്തെ വരികൾ ചൊല്ലുന്നത്. എല്ലാവരും ചൊല്ലിക്കോട്ടോ. യാ വലിയൽ ഹസനാതി യാ റഫീഅ ദറജാതി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഫീറൻ അന്നി ദുനൂബി വഗ്ഫിറൻ ലിസയ്യിആതി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത ഗഫാറുൽ ഖതായാ വദ്ദുനൂബിൽ മൂബിഖാതി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത സത്താറുൽ മസാവി വമുഖീലുൽ ആഥറാതി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
عليم سري وأخفى مستجيب الدعوات صلى الله على محمد صلى الله عليه وسلم ربنا ارحمنا جميعا بجميع الصالحات آمين 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 يا رب العالمين الحمد لله നമ്മൾ ചൊല്ലിയ മൗലിദിൻ്റെ പുണ്യമായ വരികൾ അല്ലേ, സലാം ബൈത്ത് നമ്മൾ പലപ്പോഴായി നമ്മൾ ഓതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഷ്റക്ക ബൈത്ത് നമ്മളിപ്പോൾ അൽഹംദുലില്ലാ ഓതി തീർത്തു. പിന്നെ മങ്കൂസ് മൗലിദിൻ്റെ ഈരടികളൊക്കെ നമ്മൾ പലപ്പോഴായി നമ്മൾ ഓതി അല്ലേ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഓതി. ഇന്നത്തെ മഗ്‌രിബിന് ശേഷം ഇൻഷാ അല്ലാഹ് മങ്കൂസ് മൗലിദിൻ്റെ മുഴുവനായും പാരായണം ചെയ്തുള്ള മജ്‌ലിസ് ഉണ്ടാകും. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കട്ടെ. മുത്ത് ഹബീബിന് ഇതിൻ്റെയൊക്കെ പ്രതിഫലം എത്തിച്ചു കൊടുക്കട്ടെ. ആ മുത്ത് റസൂലിൻ്റെ തിരുനോട്ടം, അവിടുത്തെ ശഫാഅത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ചെയ്യാൻ പറഞ്ഞ, ഓർത്തിരിക്കാൻ പറഞ്ഞ, ഓതാൻ പറഞ്ഞ, ചൊല്ലാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നു പോവണ്ട. അതൊക്കെ പറ്റുന്ന രൂപത്തിൽ ചെയ്യുക. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.